Warm welcome to ELP of Comrade Media English Learning Program. During the last episode, we were discussing articles, especially the special uses of a definite article before the names of oceans, rivers, mountain ranges, federations of states, and previously mentioned items, person or things. Before all these, we have to put the definite article down. Two more points. Before the noun designation, noun showing designation. What is designation? Designation is the rank or official position of an employee, government or other, any employee, just like LD clerk, EOD clerk, സൂപ്പറിൻറ്റൻഡൻറ്റ്. നമ്മൾ മലയാളത്തിൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴും പറയുമ്പോൾ സൂപ്പറിൻറ്റൻഡൻറ്റ് ഇൻറ്റൻഡൻ്റ് ആണ്. SUPRINTENDENT ഇൻറ്റൻഡൻറ്റ്, സൂപ്പർ ഇൻറ്റൻഡൻറ്റ്. Spelling once again, SUPRINTENDENT Intendant. For superintendent, conductor, driver, all these, the names of an official position is designation. Before designation, the driver, the headmaster, the principal, the superintendent, just like that. The overseer, the engineer, the principal. Designation മുമ്പ് ഡെഫിനറ്റായിട്ട് ചേർക്കണം. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ ഡെസിഗ്നേഷൻ തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞേക്കുക. ഡെസ്റ്റിനേഷൻ മീൻസ്, അത് ആർട്ടിക്കിളല്ല, ഡെസിഗ്നേഷൻ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഡെസ്റ്റിനേഷൻ ഈസ് പ്ലേസ് എയിംഡ് അറ്റ്, ദ ഗോൾ where we want to reach, the spot where we want to reach during a travel, that is a destination. Designation വേറെ, ഡെസ്റ്റിനേഷൻ വേറെ. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, ബിഫോർ സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എടുത്തപ്പോൾ ഈ പോയിന്റ് പറഞ്ഞിരുന്നു, എന്നാലും ആർട്ടിക്കിൾ പറയുമ്പോൾ പറയണമല്ലോ, ദ മസ്റ്റായിട്ട് ദ ചേർക്കണം സൂപ്പർലേറ്റീവ് അഡ്ജക്റ്റീവ്സിന് മുമ്പ്. ദ ബിഗസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദി മോസ്റ്റ് ഫേമസ്, ദ ഹയസ്റ്റ്, ദ ടാളസ്റ്റ്, ദ ചേർത്തേ പറയാവൂ, ദ മോസ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അത് ലെസ്റ്റ് എന്ന പ്രയോഗമാണ്. അതും നേരത്തെ എടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ളതാണ്. LEST, ലെസ്റ്റ് ഒരു കൺജങ്ഷനാണ്. ബിക്കോസ് സിൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ലെസ്റ്റ് ഒരു കൺജങ്ഷനാണ്. ലെസ്റ്റിൻ്റെ മീനിങ് സോ ദാറ്റ് പ്ലസ് നോട്ടാണ്. സോ ദാറ്റ് അഫർമേറ്റീവ് മീനിങ് ആണ്. നെഗറ്റീവ് മീനിങ് വരുമ്പോൾ സോ ദാറ്റ് നോട്ട് വരും. വളരെ കൺഫ്യൂഷനുള്ളൊരു ടോപ്പിക്കാണ്. അതായത് സോ ദാറ്റ് മീൻസ് എന്തിനെന്നാൽ എന്നുള്ള മീനിങ് ആണ് സോ ദാറ്റ്. സോ ഡാഷ് 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 ദാറ്റ് അല്ല, സോ ദാറ്റ് ഒരുമിച്ച് പ്രയോഗിക്കുന്നതാണ്. മറ്റേ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ദ ഓൾഡ് മാൻ ഈസ് വെരി വീക്ക്, ഹി കനോട്ട് വാക്ക് പറഞ്ഞതാണ്. ദി ഓൾഡ് മാൻ ഈസ് സോ വീക്ക് ദാറ്റ് ഹി കനോട്ട് വാക്ക്, ഹി കാണ്ട് വാക്ക്. ടു ചേർക്കുമ്പോൾ ദി ഓൾഡ് മാൻ ഈസ് ടു വീക്ക് ടു വാക്ക് എന്ന് മാത്രം മതി, സെയിം മീനിങ് ആണ്. ആ സോ ദാറ്റ് വേറെയാണ്. സോ അത്രമാത്രം ആണ് നമുക്ക് നടക്കാൻ അത്രമാത്രം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. എന്നാൽ സോ ദാറ്റ് അങ്ങനെ ഉദ്ദേശത്തെ കാണിക്കുക, പർപ്പസിനെ കാണിക്കുകയാണ്. I did not shout, so that. I did not speak aloud. I did not shout, so that I should not disturb my neighbors. I did not shout, so that I should not disturb my neighbors. ഇതാണ്. എന്തിനെന്നാൽ ഞാൻ എൻ്റെ ആൾക്കാരെ ശല്യപ്പെടുത്തരുത്, അതുകൊണ്ട് ഞാൻ ഉറക്കെ സംസാരിച്ചില്ല. I did not speak aloud, so that I should not disturb my neighbors. ഈ സെൻറ്റൻസിനെ ലിസ്റ്റ് ചേർക്കുമ്പോൾ നോട്ട് വേണ്ട, നോട്ട് പക്ഷേ അവിടെ ഉണ്ട്. സെയിം മീനിങ് തന്നെയാണ്.
നമുക്ക് കൺഫ്യൂഷൻ ആവും, ഡിസ്റ്റർബ് ചെയ്യണമെന്നോ എന്ന് തോന്നും. ഞാൻ ലെസ്റ്റ് പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഐ ഡിഡ് നോട്ട് ഷൗട്ട് ലെസ്റ്റ് ഐ ഷുഡ് ഡിസ്റ്റർബ് മൈ നെയ്ബേഴ്സ്. ഐ ഡിഡ് നോട്ട് ഷൗട്ട് ലെസ്റ്റ് ഐ ഷുഡ്, അവിടെ നോട്ടിൻ്റെ ആവശ്യമില്ല, നോട്ട് അവിടെ അർത്ഥത്തിലുണ്ട്. ഐ ഡിഡ് നോട്ട് ഷൗട്ട് ലെസ്റ്റ് ഐ ഷുഡ് നോട്ട് വേണ്ട. ഐ ഡിഡ് നോട്ട് ഷൗട്ട്, ഐ ഡിഡ് നോട്ട് സ്പീക്ക് അലൗഡ്, ഐ ഡിഡ് നോട്ട് ഷൗട്ട് ലെസ്റ്റ് ഐ ഷുഡ് ഡിസ്റ്റർബ് മൈ നെയ്ബേഴ്സ്. അപ്പോൾ വേണമെങ്കിൽ ഒരു സിമ്പിൾ മീനിങ് നമുക്ക് പറയാം, ഐ ഡിഡ് നോട്ട് ഷൗട്ട് അതർവൈസ് ഐ വുഡ് ഡിസ്റ്റർബ് മൈ നെയ്ബേഴ്സ് എന്നുള്ള മീനിങ്ങുകൾ വരാം. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുക. സോ ദാറ്റ് പ്ലസ് നോട്ട് പിന്നെ സെക്കൻഡ് ക്ലോസിൽ സോ ദാറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നോട്ട് ചേർക്കണം, പക്ഷേ ലെസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നോട്ട് ലിസ്റ്റിനകത്തുണ്ട് എന്നാണ് സോ ദാറ്റ് പ്ലസ് നോട്ട് എന്ന്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ്. ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ അല്ലയോ ആണോ ഇങ്ങനെ ചോദിക്കുന്നതാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരുന്നത്. അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെൻറ്റൻസ് കഴിഞ്ഞിട്ട് കോമ ഇടുക, എന്നിട്ട് ആ സെൻറ്റൻസിൻ്റെ വെർബിൻ്റെ ഓക്സിലറി വെർബ് അടർത്തിയെടുക്കുന്നു. അതിട്ടിട്ട് അകത്ത് നോട്ടോ നെഗറ്റീവോ ഉണ്ടെങ്കിൽ ടാഗിൽ അത് വേണ്ട, ടാഗ് അഫർമേറ്റീവ് ആയിരിക്കും. അകത്ത് നോട്ട് ഇല്ലെങ്കിൽ ടാഗിൽ നമ്മൾ നോട്ട് ചേർത്ത് എഴുതണം. ഇതിനകത്ത് ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ആദ്യം ചെയ്തു പോകാം. ഹീ ഈസ് എ ക്ലവർ ബോയ്. അവിടെ നോട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഈസ് ഓക്സിലറിക്ക് പുറത്തെടുത്ത് കോമ ഇട്ടു. ഈസ് നോട്ടാണ്, നോട്ട് ഈസും കൂടി ഒരുമിച്ച് വരുമ്പോൾ ഈസിൻ്റെ, ഈസ് എൻ അപ്പോസ്ട്രഫി ടി, ഈസിൻ്റെ ഹി. അപ്പോൾ അരുൺ ഈസ് എ ബ്രൈറ്റ് ബോയ് എന്നാണെങ്കിൽ ആ അരുൺ റിപ്പീറ്റ് ചെയ്യേണ്ട, അതിന് പ്രോനൗൺ ചേർത്താൽ മതി. അരുണിൻ്റെ പ്രോനൗൺ എന്താണ്? ഹി ആണ്. അപ്പോൾ അരുൺ ഈസ് എ ക്ലവർ ബോയ്, ഈസിൻ്റെ ഹി, ഈസെ ഉള്ളതുകൊണ്ട് ഈസിൻ്റെ ഹി. ഷീ ഈസ് അല്ലെങ്കിൽ ലത ഈസ് നോട്ട് ഗ്രീഡി. ലത ഗ്രീഡി അല്ല. അവിടെ നോട്ടുള്ളത് കൊണ്ട് ഈസിങ് എടുത്തു, ഈസ് ഷീ എന്നാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, ഈസ് ഷീ. അതുപോലെ ഏത് ഓക്സിലറി വരുന്ന വെച്ചാൽ ഹി ഡസ് നോട്ട് എഗ്രി വിത്ത് അവർ പ്രപ്പോസൽ. ഹി ഡസ് നോട്ട് എഗ്രി, ഡസ് ആണ് അവിടെ ഓക്സിലറി, ഡസ് ഹി. ഹി നോസ് എവറിത്തിങ്, ഡസിൻ്റ് ഹി. അപ്പോൾ പേരാണെങ്കിൽ ആ പേര് റിപ്പീറ്റ് ചെയ്യേണ്ട, ഹിയോ ഷിയോ ചേർക്കുക. ദേ ആണെങ്കിൽ അങ്ങനെ. ദേ ഡോണ്ട് കം എവറി ഡേ, ഡു ദേ. ദേ ഡോണ്ട് കം എവറി ഡേ, ഡു ദേ. They didn't understand our points. Did they? He came in time. Didn't he? ഇങ്ങനെയുള്ളത് ശ്രദ്ധിക്കുക. ഇതിനകത്ത് വളരെ ടഫായിട്ട് വരുന്നതും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. We'll be discussing the rest in the next episode. Thank you all.